മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ച് തെരച്ചിൽ നടത്തുന്ന സൈന്യം. റോഡിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത്. ഇന്നലെ 98% മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി. പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാവലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം. ഇതോടൊപ്പം നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്താണ് സംഘം പരിശോധന നടത്തുന്നത്. ഇതിനൊപ്പം നദിയിലും പരിശോധന നടക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാനായതിന്റെ അഭിമാനത്തിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി. രോഗം നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചതാണ് കുട്ടിയെ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് ഡോക്ടർ അബ്ദുൾ റൌഫ് പറഞ്ഞു. നേരത്തെ രോഗം തിരിച്ചറിഞ്ഞതാണ് ഗുണകരമായത്. ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് ആരോഗ്യവകുപ്പ് എത്തിച്ചു നൽകിയെന്നും അത് കുട്ടിക്ക് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ഇതുവരെ ഈ രോഗം ബാധിച്ച 8 പേരാണ് രോഗവിമുക്തി നേടിയതെന്നും രാജ്യത്ത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗവിമുക്തി നേടുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപിക ഡാലിയയുടെ ഹൃദയമാണ് 12-കാരി അനുഷ്കയിൽ തുന്നിച്ചേർത്തത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡാലിയയ്ക്ക് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കാർഡിയോമയോപ്പതി ബാധിതയായ അനുഷ്കയിൽ ഡാലിയയുടെ ഹൃദയം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ സൗമ്യ രമണന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിലൂടെ നടന്നു പോകുകയായിരുന്ന 4 പേർക്ക് അപകടം സംഭവിച്ചതായി ലോക്കോ പൈലറ്റിന്റെ മൊഴി ശരിവെച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിൽ 4-അംഗ സംഘം സ്വർണ്ണ ഇടപാടിനെത്തിയതെന്ന് വിവരം. മുക്കുബണ്ടം കാണിച്ച് പണം തട്ടിയെടുത്ത് 4-അംഗ സംഘം ഓടി രക്ഷപ്പെട്ടെന്നാണ് പരാതിക്കാർ പോലീസിന് മൊഴി നൽകിയത്. കോഴിക്കോട് സ്വദേശിയുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് ഇവർ ചാലക്കുടിയിൽ എത്തിയതെന്നും എന്നാൽ ഈ 4-അംഗ സംഘത്തെ പണം നഷ്ടപ്പെട്ടവർക്ക് അറിയില്ലെന്നുമാണ് പോലീസിന് ലഭിച്ച മൊഴി. തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷുമായുള്ള കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സർക്കാരിന് വൻ വീഴ്ച വന്നതായി അദ്ദേഹം വ്യക്തമാക്കി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷം പൂർണ്ണമായും സഹകരിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. സർക്കാരും വകുപ്പും പൂർണ്ണ പരാജയമാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. നിപ വൈറസ് ബാധയെ തുടർന്ന് 14-കാരൻ മരിച്ച സാഹചര്യത്തിൽ 13 പേരുടെ സാമ്പിളുകൾ പരിശോധിക്കും. 9 പേരുടെ കോഴിക്കോട്ടും 4 പേരുടേത് തിരുവനന്തപുരത്തുമാണ് പരിശോധിക്കുക. മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ 350 പേരാണുള്ളത്. ഹൈറിസ്ക് പട്ടികയിൽ 101 പേരുണ്ട്. 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. മലപ്പുറത്ത് മാസ്ക് ധരിക്കുന്നത് ഇതോടെ നിർബന്ധമാക്കി. പൊതുസ്ഥലത്ത് എല്ലാവരും മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. നിപ സ്ഥിരീകരിച്ച് മരിച്ച കുട്ടിയുടെ വിശദമായ പുതിയ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. പുതിയ റൂട്ട് മാപ്പിൽ പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്നവർ ആരോഗ്യവകുപ്പിന്റെ നിപ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടന്നതിന് തെളിവുണ്ടോ എന്ന ചോദ്യവുമായി സുപ്രീം കോടതി. ഹർജിക്കാർ ഇക്കാര്യം തെളിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണോ എന്നതിൽ വാദം കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ശക്തമെന്ന് സാമ്പത്തിക സർവേ. നടപ്പ് സാമ്പത്തിക വർഷം 8.2% വളർച്ച കൈവരിക്കാനായി. അടുത്ത സാമ്പത്തിക വർഷം 6.5 മുതൽ 7% വരെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ച 7.2%-ത്തേക്കാൾ കുറവാണിത്. നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാനായെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ അവകാശപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ 6.7%-ൽ നിന്ന് 5.4%-മായി നാണ്യപ്പെരുപ്പം കുറഞ്ഞുവെന്നും സർവേ പറയുന്നു. പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറും മുൻ നായകനുമായ PR ശ്രീജേഷ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് മലയാളി താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. 18 വർഷം നീണ്ട കരിയറിനാണ് ഇതോടെ അവസാനമാകുന്നത്.